അവിടെയാണ് സർ നമ്മൾ പിന്നെ വരേണ്ടത്. BJP-യുടെ RSSന്റെ ഒരു പ്രശ്നം, അവർക്ക് നോർത്ത് ഇന്ത്യൻ കണ്ണിലൂടെ കേരളത്തെ കാണാൻ ശ്രമിച്ചതിന്റെ ഒരു പരാജയത്തിലേക്ക് കാണില്ല. പക്ഷെ അത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, രണ്ടും കൂടി എങ്ങനെ നടക്കും? ഈ ബി ഗോപാലകൃഷ്ണൻ ഒരു വശത്ത് എന്താ പറയുന്നത്, ലക്ഷ്മിപ്രിയ അല്ലെങ്കിൽ ഏതോ ആ നടി ആരാണെങ്കിൽ അത് അവര്, അല്ലെങ്കിൽ പിന്നെ കൂടെ അതിനൊപ്പം നേമത്ത് വേറൊരു യഥാർത്ഥ മുതലാളി അധ്യക്ഷൻ, അതായത് രാജീവ് ചന്ദ്രശേഖർ. ഇതിൽ ഏത് BJP-യുടെ മുഖമാണ് നാം സ്വീകരിക്കേണ്ടത്? അതൊന്നും നമ്മൾ ഇതൊന്നുമില്ലാത്ത RSS ശാഖയിലെ മോഹൻ ഭഗവത്തിന്റെ യഥാർത്ഥ ശിഷ്യന്മാരാരാണ് ഇവരാരാണ് കേരളത്തിനെ വശീകരിക്കാൻ ശ്രമിക്കുന്നത്? ഈ പറയുന്ന നടികളാണോ, രാജീവ് ചന്ദ്രശേഖർ ആണോ? ഇതൊന്നും അറിയാതെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ബി ഗോപാലകൃഷ്ണനാണോ? ഇതാരാണ്? BJP-യുടെ മുഖം എന്താണ് ഇന്ന് കേരളത്തിൽ? എനിക്ക് ഇപ്പോഴും മനസ്സിലാവും. അതാണ് സർ, അതാണ് ഞാൻ പറഞ്ഞത്. BJP-ക്ക് നോർത്ത് ഇന്ത്യയിലെ അവരുടെ തീവ്ര ഹിന്ദുത്വ കണ്ണിലൂടെ കേരളത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത് സർ. താങ്കൾക്ക് അങ്ങനെയാണെങ്കിൽ ബി ഗോപാലകൃഷ്ണനെ കൊണ്ട് ഇത് പറയാൻ അനുവദിക്കില്ലല്ലോ. അത്രയ്ക്ക് ഈ ഹിന്ദുത്വ ചെലവാവില്ല എന്നാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ബി ഗോപാലകൃഷ്ണനോട് മിണ്ടാതിരിക്കാൻ പറയണം. കുണ്ടറ സ്ഥാനാർത്ഥിയോട് വാള് ഊരി ഉറയിലിടാൻ പറയണം. ഞാനത് വിശ്വസിക്കണമെങ്കിൽ. കാരണം കേരളത്തിലെ അതവരൊരിക്കലും സമ്മതിക്കത്തില്ല. സമ്മതിക്കില്ല. കാരണം കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് താങ്കൾക്കറിയില്ല, കേരളത്തിൽ 1500 ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടന്നു. മുസ്ലിങ്ങളെയും ഒരുപക്ഷെ മുസ്ലിങ്ങളെ മാത്രം, ഹിന്ദുക്കളെ പിന്നെ ക്രിസ്ത്യാനികളെ പറ്റി ആക്രമിച്ചില്ല. മുസ്ലിങ്ങളെ കൃത്യമായി ഇപ്പൊ ബി ഗോപാലകൃഷ്ണൻ പറയുന്ന രീതിയിൽ പരസ്യമായി മൈക്ക് കെട്ടിവെച്ച് മോശം പറഞ്ഞ 1500 സമ്മേളനങ്ങൾ അഭിമാനപൂർവ്വം നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. ചിദാനന്ദ സ്വാമി എന്ന് പറയുന്ന അവരുടെ ഒരു ഗുരുശ്രേഷ്ഠൻ പറയുന്നത്, ഈ അവരൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട്, അതായത് സതീശനെ തോൽപ്പിക്കണം, ബലറാമിനെ തോൽപ്പിക്കണം, ഇങ്ങനെ ലിസ്റ്റ് എടുത്തിട്ടും ഹിന്ദുക്കളുടെ ഇടയിലെ ഹിന്ദു വിരുദ്ധരെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണമെന്ന് ചിദാനന്ദപുരി സ്വാമി എന്ന് പറയുന്ന അവരുടെ മാർഗനിർദ്ദേശം നൽകുന്ന കേരളത്തിലെ RSSന്റെ അദ്ദേഹം പറയുകയാണ്. അപ്പൊ എന്താണ് BJP-യുടെ മുഖം? അവർക്ക് 1-2 സീറ്റുകൾ കിട്ടുന്നതിനുള്ള അതിന്റെ പ്രാദേശിക സാഹചര്യമാണ്. പാലക്കാട് വാസ്തവത്തിൽ CPM-ന്റെ നിലപാടുകൾ അവരെ സഹായിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 3-ാം സ്ഥാനത്തുള്ള CPM ഒരിക്കലും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയില്ല എന്ന് ഉറപ്പുള്ള CPM സ്വന്തം ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ വെച്ച് തങ്ങളുടെ രാഷ്ട്രീയവും സൈദ്ധാന്തികവുമായിട്ടുള്ള പ്രചരണത്തിന് അല്ലെങ്കിൽ സംഘടന കെട്ടിപ്പടുക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് പകരം പണ്ടെങ്ങോ SFI ആയിരുന്നു എന്ന് പറയുന്ന ഒരു പാലക്കാട്ടെ ഒരു ഹോട്ടൽ മുതലാളി, ഒരു മുസ്ലിം ഹോട്ടൽ മുതലാളി NMR അദ്ദേഹത്തെ നിർത്തിയിരിക്കുകയാണ്. ഇതെന്താണ് ഇത് എന്തെല്ലാമാണ് ഇത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇതായത് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം ലീഗ് വോട്ടുകൾ ഒരുപക്ഷെ നമ്മളുടെ ഈ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് വീണാൽ വീണാൽ എന്താണ് ഉണ്ടാവുക? വീണാലുണ്ടായാൽ BJP ജയിക്കും. അപ്പൊ ഇത്രയ്ക്കും വളരെ ഏത് കൊച്ചു കുട്ടിക്കും തിരിച്ചറിയാവുന്ന വിധത്തിലുള്ള കീഴടങ്ങൽ. ഇനി വേറൊരു കാര്യം കൂടി താങ്കൾ ശ്രദ്ധിക്കണം, അത്ര ദൂരത്ത് നിന്ന് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഈ കോളത്തിന്റെ പേര് വലിയ ചിത്രം എന്നാണല്ലോ. അതുകൊണ്ട് ആ വലിയ ചിത്രത്തിലെ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ ഭാവി സംസാരങ്ങളിൽ SDPI മറക്കണ്ട. SDPIയുടെ പങ്ക് എന്താണ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വരാൻ പോകുന്നത്? അവർ ചെറിയ ശക്തിയല്ല. താങ്കൾ തിരിയുന്നത് ഒരു വെൽഫെയർ പാർട്ടി പോലെയുള്ള, അല്ലെങ്കിൽ NCPയും കോൺഗ്രസും പോലെയല്ല. കേരളത്തിൽ വേരുറപ്പുള്ള പല സ്ഥലങ്ങളിലും ഒരു സംഘം ആളുകളുടെ പിന്തുണയുള്ള മുസ്ലിം RSSനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വളരെ മിലിറ്റന്റ് ആയിട്ടുള്ള സംഘടനയാണ് SDPI. ആ SDPI ഇത്തവണ 91 മണ്ഡലങ്ങളിലാണ് നിർത്തുന്നത്. ചെറിയാനോ ശ്രദ്ധിക്കണം. ഭാവി താങ്കൾ മറ്റേ പ്രസാദുമൊക്കെ ദൈനംദിന ചർച്ച നടത്തുമ്പോൾ അവരുടെ കാര്യം എന്തായെന്ന് കൂടി അദ്ദേഹത്തോടൊക്കെ ചോദിക്കണം. കാരണം അത് ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. 91 സ്ഥാനാർത്ഥികൾ നിർത്തിയിരിക്കുന്നു. മഞ്ചേശ്വരം മുതൽ, അതായത് BJP ജയിക്കാൻ സാധ്യതയുള്ള മഞ്ചേശ്വരം മുതൽ തീവ്ര മുസ്ലിം രാഷ്ട്രീയം പറയുന്ന SDPI ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കയില്ലേ? ആരെ സഹായിക്കും?
ഇതിനെക്കുറിച്ച് ഒരു വാ തുറന്നു പറയാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോഴും കഴിയുന്നില്ല. കാരണം ഈ CPM ഇതുവരെ കൊണ്ടുപോകുന്നത് ജമായത്തെ ഇസ്ലാമിയാണ് ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിക്കാനുള്ള ശത്രു, അതാണ് ഏറ്റവും വലിയ ശത്രു എന്നുള്ള മട്ടിൽ UDF-നെ സഹകരിക്കുന്നത് കൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. SDP-യുടെ നിലപാടിനെ കുറിച്ച് കനത്ത മൗനമാണ് സഖാക്കൾക്ക്. എന്താണ് അവരെന്താണ് പദ്ധതിയിടുന്നത്? അത് കേരളത്തിലെ മതനിരപേക്ഷ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കാനുള്ള വഴിക്ക് RSSന്റെ അതേ പാതയിലേക്കല്ലേ അവർ പോകുന്നത് എന്ന ചോദ്യം ചോദിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ? മതനിരപേക്ഷ പറയുന്ന പാർട്ടികൾക്ക് ബാധ്യതയില്ലേ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 91 സീറ്റുകൾ, മഞ്ചേശ്വരം മുതൽ പാലക്കാട് അടക്കം. അപ്പോൾ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കാവുന്നത് ഭിന്നിക്കുക, അതിന്റെ ഗുണം BJPക്ക് ലഭിക്കുക, ഗുണമല്ലെങ്കിൽ CPM-ന് ജയിക്കുക, എന്താണെങ്കിൽ പോലും. അപ്പൊ കുറെ കാലമായി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു നിന്നിട്ട് SDPI കാണാത്ത ഒരവസ്ഥയാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും പൗര സമൂഹത്തിനും നമ്മുടെ സാംസ്കാരിക നായികാതാരം അതും കണ്ടേ പറ്റും. കാരണം തീവ്രവാദ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികൾക്ക് അവരെന്തിനാണ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കേരളത്തിൽ നിൽക്കുന്നത് എന്ന് ഇവർ പറഞ്ഞേ പറ്റൂ, കണ്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് അവിടെയാണ് സർ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ റൗണ്ട് അപ്പ് പ്രസക്തമാകുന്നത്. ഇത് മുഖ്യധാര രാഷ്ട്രീയ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു ചർച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് കൊണ്ടുവരുന്ന ഒരു ചർച്ചകൾ ചെയ്യുന്നില്ല. അവർക്ക് അതിനുള്ള എനിക്ക് തോന്നുന്നത് അതിനുള്ള പെർസ്പെക്റ്റീവോ അതിനുള്ള സമയമോ ഇല്ല എന്നുള്ള ഒരു ഈ തട്ടിപ്പിന്റെ ഭാഗമാണ്, വൻ തട്ടിപ്പിന്റെ ഭാഗമാണ് ഈ സ്വാർത്ഥമതികൾ. ഏത് തലത്തിലായാലും, സാംസ്കാരിക രംഗത്തായാലും സ്വന്തം കാര്യത്തിനും സ്വന്തം കാര്യം മാത്രം വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ കാണുന്നവർക്ക് അത്തരത്തിലുള്ള ഒരു മാനങ്ങൾ കണ്ടെത്താൻ കഴിയുകയില്ല. അവർക്ക് ആകെ എളുപ്പമുള്ള മാധ്യമ പ്രവർത്തനമായി അവർ കണ്ടിട്ടുള്ളൂ ചെറിയാൻ. അവർ ഒന്നും അന്വേഷിച്ച് എവിടെയും പോയിട്ടില്ല. അവർ ഈ രാഷ്ട്രീയ നേതാക്കൾ ഛർദ്ദിക്കുന്നത് കോരി നമ്മളുടെ മുമ്പിൽ നിരത്തുക എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ ഉൾക്കാഴ്ചയും കേരളത്തിലെ വായനക്കാർക്കും പ്രേക്ഷകർക്കും നൽകുന്നില്ല. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. ഈ അമ്മാവൻ വൈബ്, ഈ പ്രായം ചേർന്ന് നമുക്കിത് പറയേണ്ടി വരുന്നത് ഇഷ്ടമുണ്ടായിട്ടല്ല. ഈ പ്രായത്തിൽ വെറുതെ ഇരിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഈ തന്ത വൈബ് നമുക്ക് പറയേണ്ടി വരുന്നത് യുവാക്കളും മിണ്ടുന്നില്ല എന്നുള്ളത്. അതന്നെ അത് അവിടെയാണ് നമ്മളുടെ അല്ലെങ്കിൽ താങ്കളെ പോലുള്ളവരുടെ എന്താണ് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ്, ഇൻസൈറ്റുകളൊക്കെ പ്രസക്തമാകുന്നത്. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ അടുത്ത ആഴ്ചയിൽ വരുന്നുണ്ട്.